എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വരുന്ന അത്ഭുതകരമായ തീരുമാന നിമിഷം ആകാം. ഓഗസ്റ്റ് 8 ലയൺ ഗേറ്റ് പോർട്ടൽ. ഒരു വാതിൽ തുറക്കുന്നു. ഈ വാതിൽ കടക്കുന്നത് ഭാഗ്യമുള്ളവർ മാത്രമായിരിക്കും. ഒരു അതിശക്തമായ ആന്തരിക ഉണർവിൻ്റെ, അഭിമാനത്തിൻ്റെ, ആകർഷണ ശക്തിയുടെ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ വാതിലാണ് ലയൺ ഗേറ്റ് പോർട്ടൽ. ഇതിൻ്റെ ശക്തി ഓരോ ആളിലും മാറ്റം വരുത്താൻ കാത്തിരിക്കുന്നു. എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുക. ഓക്കെ. ലയൺ ഗേറ്റ് പോർട്ടൽ സ്പിരിച്വൽ എക്സ്പ്ലനേഷൻ. ഓഗസ്റ്റ് 8 ദാറ്റ് ഈസ് 8 ദിവസത്തിൽ സൂര്യൻ ലിയോ ചിഹ്നത്തിലുണ്ട്. അത് ആത്മവിശ്വാസം, നേതൃത്വം, ആന്തരിക ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇതേ സമയം ഓറിയൺ ബെൽറ്റും സീരിയസ് നക്ഷത്രവും ഭൂമിയുമായി പറ്റിച്ചേരുന്ന അതിപ്രഭാവമായ ആകാശഘടനയെ ഉണ്ടാക്കുന്നു. ഈ എനർജറ്റിക് അലൈൻമെൻറ്റിനെയാണ് ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 8 എന്നത് 8/8 അതായത് 88 ഏറ്റവും ശക്തമായ ഏഞ്ചൽ നമ്പർ, ഇൻഫിനിറ്റി എനർജിയുമാണ്. സീരിയസ് നക്ഷത്രം പ്ലസ് സൺ ഇൻ ലിയോ ആത്മീയതയും ആത്മവിശ്വാസവുമാണ് ചേർന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ആത്മാവ് ഉണരുന്ന എനർജറ്റിക്കൽ അപ്ഗ്രേഡ് സമയമാണ്. എനർജി പോർട്ടൽ നിങ്ങളുടെ ആത്മീയ ബുദ്ധി, അബൻഡൻസ്, ലവ്, ഹീലിംഗ് എന്നിവയ്ക്ക് വാതിൽ തുറക്കുന്നു. ഇത് വെറും ഒരു റാൻഡം ഡേറ്റ് അല്ല. ഓരോ ആത്മാവിനും പ്രപഞ്ചം വിളിച്ചു പറയുന്ന ദിനമാണിത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഞാൻ പറയാം. ഒന്നാമതായി, മനസ്സിൻ്റെ ഉണർവ്, ഹൈ കോൺഷ്യസ്നെസ്സിൽ എത്താൻ മികച്ച സമയമാണിത്. അതുപോലെ സെക്കൻഡ് പോയിന്റ്, മാനിഫെസ്റ്റേഷൻ്റെ ശക്തി കൂട്ടുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഈ പോർട്ടലിൽ കൂടുതൽ ശക്തമായി നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, സെൽഫ് ലവ് ആൻഡ് ലീഡർഷിപ്പ് നിങ്ങളുടെ ഉള്ളിലെ റോറിംഗ് ലയണിനെ ഉണർത്താൻ സഹായിക്കുന്നു. അതുപോലെ നാലാമത്തെ പോയിന്റ്, ഹീലിംഗ് ദ പാസ്റ്റ്, പഴയ വേദനകളെ വിട്ട് മുൻപോട്ട് പോകാനുള്ള പ്രബല ക്ഷണം കൂടെയാണ്. അടുത്തതായി ഞാൻ പറയുന്നത് സിംറ്റംസ് യു മേ ഫീൽ ഡ്യൂറിങ് ലയൺസ് ഗേറ്റ് പോർട്ടൽ. അതായത് ലയൺസ് ഗേറ്റ് പോർട്ടൽ സമയത്ത് ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന് തോന്നാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇതിനി പറയുന്നത്. ഒന്നാമതായി, അതിയായ മനഃശാന്തി അല്ലെങ്കിൽ ഉള്ളിലൊരു ആവേശം തോന്നുക. അസാധാരണമായൊരു ഇന്നർ കാം എന്ന് പറഞ്ഞാൽ ഒരു വളരെ സമാധാനം ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അതിയായ ഉല്ലാസം തോന്നുക. ചിലപ്പോൾ കരയാനോ ചിരിക്കാനോ ആഗ്രഹം തോന്നുക. കാരണം നമ്മുടെ ആത്മാവ് എനർജി ഷിഫ്റ്റ് ചെയ്യുന്നു ഈ സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ടാമതായി, ആഴത്തിലുള്ള സ്വപ്നങ്ങൾ, പഴയ അനുഭവങ്ങൾ, ബന്ധങ്ങൾ, മരിച്ചവരുടെ സാന്നിധ്യം, ചൈൽഡ്ഹുഡ് മെമ്മറീസ്, കുട്ടിക്കാലത്തെ അപൂർണതകൾ, ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത്. ഓക്കെ. അതുപോലെ മൂന്നാമതായി പറയുന്നത് എനർജി ഷിഫ്റ്റാണ്. ഒരുപാട് തളർച്ച പോലെ തോന്നുക, പിന്നെ പെട്ടെന്ന് എനർജി ഉയരുന്നത്, ക്ഷീണവും അതിജീവിത ബോധവും മിക്സായി അനുഭവപ്പെടുന്നു. ഇതൊക്കെയാണ് ഒരു എനർജി ഷിഫ്റ്റ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് കാണിക്കുന്നത്. നാലാമത്തെന്ന് വെച്ചാൽ സൈൻ ആൻഡ് സിങ്ക്രോണിറ്റീസ് കാണൽ. അതായത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക. 111, 888, 444 അങ്ങനെ ഓരോ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക. പിന്നെ ഫെദേഴ്സ്, ബട്ടർഫ്ലൈസ് ഓർ റിപ്പീറ്റിംഗ് സിമ്പിൾസ് കാണുക. അതുപോലെ ഡീപ്പ് ഇൻറ്റ്യൂഷൻ ഫീലിംഗ്, അതായത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇൻറ്റ്യൂഷൻ വരിക, നമുക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ ശരിയാവും, ഒരേ ആശയം തന്നെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക. ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ്, ശരീരത്തിൽ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങൾ, തലകറക്കം തോന്നുക. അതുപോലെ തേർഡ് ഐ വൈബ്രേഷൻ ഉണ്ടാകുക, തലവേദന, ചക്രാസൊക്കെ തുറക്കുന്നു എന്നൊരു അനുഭവം ഉണ്ടാവുക, നെഞ്ച് ഭാഗത്തൊരു തീവ്രത അനുഭവപ്പെടുക, ഹേർട്ട് ചക്ര ആക്ടിവേഷനാണത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ. പിന്നെ ആറാമത്തെ പോയിന്റ്, പഴയ വിഷമങ്ങൾ പുറന്തള്ളുന്നത് പോലെ തോന്നുക, പഴയ സങ്കടങ്ങളൊക്കെ മനസ്സിലേക്ക് വരിക, ചില പഴയ ബന്ധങ്ങൾ വിടാൻ ധൈര്യം കാണിക്കുക.
പിന്നെ കുറ്റബോധം, അതുപോലെ ഒരുമാതിരി വല്ലാത്തൊരു ദേഷ്യം, തീരാത്ത വിഷമം, ഒടുവിൽ ഇതെല്ലാം കളഞ്ഞ് എല്ലാം വിട്ട് കളയുന്ന ഒരു തോന്നൽ എല്ലാം നമുക്കിത് ഫീൽ ചെയ്യും. 7ാമത്തെ പോയിന്റ്, നേരായ ശാന്തത. ഉള്ളിലൊരു വിളി വരും, മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുക, സന്തോഷമില്ലെങ്കിലും നല്ലൊരു പീസ്ഫുൾ മൈൻഡ്, സമാധാനമായ ഒരു മനസ്സ് ഉണ്ടാവുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അപ്രതീക്ഷിതമായി മനസ്സിൽ തെളിയുന്നു. ലയൺസ് ഗേറ്റ് പോർട്ടലുള്ള സമയത്ത് ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഇതൊരു പ്രശ്നമല്ല. നിങ്ങളുടെ ആത്മാവ് എനർജറ്റിക് ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്കുള്ള യാത്രയിലാണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് വാട്ട് ടു ഡു ഓൺ August 8 റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ്. എന്താണ് നമ്മൾ August 8 ചെയ്യേണ്ട പ്രാക്ടീസസ് അല്ലെങ്കിൽ റിച്വൽസ് എന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക. മെയിൻ പാർട്ടാണിത്. ഒന്നുകിൽ 8 AM ഓർ 8 PM, അതായത് ഈ August 8 8 AM അല്ലെങ്കിൽ 8 PM ശാന്തമായി ഇരിക്കുക. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്ലോസ് യുവർ ഐസ്, അതായത് നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. 3 ഡീപ്പ് ബ്രീത്ത്, 3 ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. വളരെ വളരെ ശാന്തമായിട്ട് ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് റൈറ്റ് യുവർ 8 വിഷസ്, നിങ്ങളുടെ 8 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക. ഈ സമയത്ത് രാവിലെ 8 AM ഓർ രാത്രിയിൽ 8 PM, August 8 ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ 8 ആഗ്രഹങ്ങൾ എഴുതുക. എങ്ങനെയെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ട്, അതുപോലെ പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. ഉദാഹരണമായി പറഞ്ഞാൽ, എനിക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി എല്ലാ മാസവും ഒരു എമൗണ്ട് ലഭിക്കുന്നു, പ്രപഞ്ചശക്തിക്ക് നന്ദി. അതായത് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ലഭിക്കണം അത് നിങ്ങൾക്ക് എഴുതാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളിങ്ങനെ പോസിറ്റീവായുള്ള രീതിയിൽ, നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കാതെ പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളാണ്. ഇതെല്ലാവരും നിങ്ങൾക്ക് എന്താണ് ആഗ്രഹങ്ങൾ അതേ പോസിറ്റീവായിട്ട് പ്രസൻറ്റ് ടെൻസിൽ എഴുതുക. പിന്നെ ഞാൻ എൻ്റെ അത്യുന്നതമായ, ഇനി ഞാൻ കുറച്ച് അഫർമേഷൻസ് പറയുകയാണ്. ആ അഫർമേഷൻസും കൂടെ നിങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം, എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ അഫർമേഷൻസ് പറയുക. ശ്രദ്ധിച്ച് കേട്ടോളൂ. 1ാമത്തെ അഫർമേഷനാണ്, ഞാൻ എൻ്റെ അത്യുന്നതമായ ആത്മാവിൻ്റെ വിളി കേൾക്കുന്നു, നന്ദി. 2ാമത്തേത്, ഞാൻ ആത്മീയമായി ഉണരുന്നു, നന്ദി. 3ാമതായി, പ്രപഞ്ചം എൻ്റെ കൂടെയുണ്ട്, നന്ദി. 4ാമത്തേത്, എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ എന്നിലേക്ക് വരുന്നു, നന്ദി. 5ാമതായി, ഞാൻ നന്മയിലും സത്യത്തിലുമാണ് ജീവിക്കുന്നത്, നന്ദി. ഞാൻ എൻ്റെ ഭാവിയെ സ്വീകരിക്കുന്നു, നന്ദി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം യൂണിവേഴ്സ് എന്നിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, നന്ദി. ഞാൻ ഈ നിമിഷത്തെ സ്വീകരിക്കുന്നു, നന്ദി. ഞാൻ ലിമിറ്റ്ലെസ് ആകുന്നു, ഇൻഫിനിറ്റീവ് ആകുന്നു, നന്ദി. എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ ഈ നിമിഷത്തിൽ ആകർഷിക്കുന്നു, നന്ദി, നന്ദി, നന്ദി. ഇങ്ങനെ ഈ അഫർമേഷൻസ്, ഇത്രയും അഫർമേഷൻസ് നിങ്ങളിങ്ങനെ പറയുക. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം എഴുതിയെടുത്തിട്ട് വേണം നിങ്ങളിതെല്ലാം ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയുക, ഞാൻ തയ്യാറാണ്, ഞാൻ സ്വീകരിക്കുന്നു ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഇന്ന് ഈ നിമിഷത്തിൽ, അതായത് 8 AM ഓർ 8 PM August 8 ഞാൻ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിലൂടെ നേടിയെടുക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. എന്നിട്ട് ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞതായി വിഷ്വലൈസേഷൻ ചെയ്ത് വളരെ സന്തോഷത്തോടെ കണ്ണുകൾ തുറക്കുക. ഇനി നിങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങൾ പിറവിയെടുത്തത് ഈ സമയത്തിനായാണ് എന്ന് വിശ്വസിക്കുക. ലയൺ ഗേറ്റ് പോർട്ടൽ, നിങ്ങളുടെ ആത്മാവിൻ്റെ റോറിംഗ് സൗണ്ട് ലോകം കേൾക്കട്ടെ. ഡോണ്ട് ബി അഫ്രേഡ് ടു ഡ്രീം ബിഗ്, ഡോണ്ട് ബി അഫ്രേഡ് ടു ബിലീവ് അഗെയിൻ. യുവർ സ്റ്റോറി ഈസ് ജസ്റ്റ് ബിഗിനിങ്.
ഓഗസ്റ്റ് 8 ഈസ് യുവർ ഗേറ്റ് വേ ടു ദാറ്റ് മിറക്കിൾ. വിശ്വസിക്കുക, ഫീൽ ചെയ്യുക, റിസീവ് ചെയ്യുക. ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം യൂണിവേഴ്സിലൂടെ സാധ്യമായി അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നേരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഈ ലയൺസ് ഗേറ്റ് പോർട്ടലിലൂടെ എൻ്റെ ആഗ്രഹങ്ങൾ എടുത്തിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസിനായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.